ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോഴത്തേക്കും ഞാൻ ആരെയാണ് അനുകൂലിക്കുന്നത് എന്നാണ് പറയാണ്ടി പോകുന്നത്. സോ അതിന് മുന്നേ ഞാൻ അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും മുന്നേ നമുക്ക് ഈ യുദ്ധം, ഈ സംഭവങ്ങളൊക്കെ എന്താണ്, ഇതെങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാനൊക്കെ ജനിക്കുമ്പോഴത്തേക്കും ഈ യുദ്ധം എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ഈ എന്താ പറയുക, ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ചെറിയ കോൺഫ്ലിക്ട്സ് ഒക്കെ നടന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കെപ്പോഴും കേരളത്തിലായതുകൊണ്ട് തന്നെ യുദ്ധം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു സിനിമ വഴി കാണുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ. യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂവീസിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവമില്ല. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ഞാൻ ചെറുപ്പം മുതലേ വളർന്നൊരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ഇത് ഒരാളെ ആക്രമിക്കുന്നത് എന്നുള്ള സംഭവം ചിന്തിക്കാൻ പോലും പറ്റില്ല, മനസ്സിലായില്ലേ? കാരണം നമ്മൾക്ക് എല്ലാ റിസോഴ്സസും ഇവിടെ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് വേറൊരാളെ ആക്രമിച്ചിട്ട് നമുക്കത് നേടേണ്ട ആവശ്യമില്ല എന്നുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലിങ്ങനെ സിനിമകളിലൊക്കെയാണ് യുദ്ധം കണ്ടിരിക്കുന്നത്. പിന്നീടുള്ള യുദ്ധങ്ങൾ നമ്മളുടെ പ്രായം വളരുകയും അതിൻ്റെ അറിവും വളർന്ന സമയത്തും യുദ്ധം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുക, ഒരു ഞെട്ടൽ അല്ലെങ്കിൽ ഒരു ട്രോമ പോലത്തെ ഫീലിംഗ് ഒക്കെ ആയിരുന്നു. കാരണം നമ്മൾ മൂവീസിൽ മാത്രം കണ്ട് അതിൻ്റെ ടെക്നിക്കൽ വർക്കും ആ ഒരു ക്യാമറയുടെ പേഴ്സ്പെക്റ്റീവ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ യുദ്ധം എന്നുള്ള സംഭവം മനസ്സിലാക്കുക. അല്ലാതെ നേരിട്ട് ഇതുവരെ ഒന്നും കണ്ട് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഘർഷാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ ഒരു തെറ്റ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ യുദ്ധം എന്നുള്ള സംഭവം നമ്മളുടെ ലോകത്ത് ഉള്ളതാണ്, ലോകത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. യുദ്ധം എന്നുള്ള സംഭവങ്ങൾ പണ്ടേ മുതലേ ഉണ്ട്. അല്ലെങ്കിൽ യുദ്ധം ഉണ്ടെങ്കിൽ മാത്രമേ ലോകം മുന്നോട്ട് പോകുള്ളൂ. അതൊരു ആവശ്യമായിട്ടുള്ള സംഭവമായിട്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിച്ചത് ഒരു കാലഘട്ടം വരെ. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ന്യൂസ് കേൾക്കാറുണ്ട്, ആരും യുദ്ധം പാടില്ല അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത ലോകം, അങ്ങനത്തേക്കുള്ള സംഭവങ്ങളും സംസാരങ്ങളും ഞാൻ ഒരു പ്രായം വരെ കേട്ടിട്ടില്ല. അതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. പിന്നീട് എന്താ പറയുക, കുറേ ആളുകൾ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ കാണാൻ തുടങ്ങി. കുറേ അറിവുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാൻ തുടങ്ങി. യുദ്ധത്തിനെ പറ്റിയിട്ടുള്ളത്, എങ്ങനെയാണ് യുദ്ധം ഉണ്ടായെന്നുള്ളത് കേൾക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒട്ടുമിക്ക യുദ്ധങ്ങൾ നടന്നേക്കുന്നത് റിലീജിയസ് ആയിട്ടുള്ള യുദ്ധമാണ് നടന്നേക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എൻ്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക്. ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടുമിക്ക യുദ്ധങ്ങളും റിലീജിയസ് ആയിട്ടുള്ളായിരുന്നു, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. സ്വന്തം ദൈവത്തിന് വേണ്ടിയിട്ട് അന്യ ദൈവത്തിനെ ആരാധിക്കുന്നവരെ കൊലപ്പെടുത്തുകയും അവരെ അടിമയാക്കി കൊണ്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആരാധനാലയങ്ങൾ തകർക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു ഒട്ടുമിക്കതും. ചില കുറച്ച് യുദ്ധങ്ങൾ മാത്രമേ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ അവരുടെ റിസോഴ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ യുദ്ധങ്ങളൊക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാവണല്ലോ. കാരണം യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം പൊട്ടിമുളച്ചതല്ലല്ലോ, ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് വലിയ വലിയ യുദ്ധങ്ങളായിട്ട് മാറിയതെന്നാണ് എൻ്റെ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മളുടെ പഴയ എന്താ പറയുക, പല ചരിത്രങ്ങളും അല്ലെങ്കിൽ പഴയ പരിണാമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു സംഭവമായിരുന്നു. അത് പിന്നീട് വലുതായി ഇപ്പം അനേകായിരം ജനങ്ങൾ ആ ഒരു യുദ്ധത്തിൽ മരിക്കുന്ന ഒരിതിലേക്ക് യുദ്ധം മാറിക്കഴിഞ്ഞു അല്ലേ. ചില ഈ ലോകരാജ്യങ്ങൾ, ഈ ന്യൂക്ലിയർ ശക്തിയായിരിക്കുന്ന രാജ്യങ്ങൾ ഈ ഒരു ഭൂമിക്ക് തന്നെ ഭീഷണിയാണ്. അവരാരെങ്കിലും ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള പല ഭാഗത്തിലുള്ള ആൾക്കാരെയും അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ആദ്യമേ പറയാണ്ടി പോകുന്നത് എവല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം എന്നുള്ള സംഭവം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതാണ്. നിങ്ങൾ കുറേ പേർക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഞാനിത് എവിടെയും വായിച്ച അല്ലെങ്കിൽ എൻ്റെ ആധികാരികത എന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ, കുറേ ഇതിനെപ്പറ്റി വായിച്ചിട്ടുള്ള ആൾക്കാർ, അവർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കുക. അപ്പോൾ ലോകത്തിൽ ആദ്യത്തെ ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധം പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ആദ്യത്തെ ആക്രമണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്
ഈ പരിണാമ സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ എവല്യൂഷൻ തിയറിയിൽ ഈ ഏകകോശ ജീവി ഉണ്ടായപ്പോഴത്തേക്കും ആദ്യകാലങ്ങൾ അത് കെമിക്കൽ റിയാക്ഷനിൽ നിന്നുള്ള എനർജിയും അതേപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള എനർജിയും സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അത് എനർജി റിസോഴ്സസ് കണ്ട് എത്തിക്കൊണ്ടിരുന്നത്. കാരണം ഏതെങ്കിലും ഒരു ജീവിക്ക് അതിനെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എനർജി ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മറ്റൊന്നിനെ ആഹരിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും ആ സമയത്ത് ജീവികളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും രൂപപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സമയങ്ങളിൽ ഇതേപോലെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുള്ള പല കെമിക്കൽസോ അല്ലെങ്കിൽ സൂര്യൻ്റെയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള എനർജീസൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഏകകോശ ജീവികൾ ഊർജ്ജ സ്രോതസ് അല്ലെങ്കിൽ ഊർജം സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഏകകോശ ജീവി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അത് പിന്നീട് കുറേ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ അത് കണ്ടെത്തുന്നുണ്ട്. ഈ ഏകകോശ ജീവിക്ക് മറ്റൊരു ജീവിനെ ആക്രമിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഊർജത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ആ ഒരു എനർജിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മറ്റൊന്ന് ഒരു ജീവനെ ആഹരിക്കുന്നത് വഴി നമുക്ക് എനർജി പെട്ടെന്ന് കിട്ടുന്നുള്ള സംഭവങ്ങൾ ഈ ജീവികൾ എത്തുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ മരങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ആ സമയത്ത് മരങ്ങൾ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണ്. മരങ്ങൾ ഫോട്ടോസിന്തസിസ് വഴി സൂര്യപ്രകാശത്തിന് എനർജിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ. അപ്പോൾ അതേപോലത്തെ അതിൻ്റെ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ കുറഞ്ഞ ഒരു പ്രക്രിയയായിരുന്നു ഈ ഒരു ഏകകോശ ജീവികൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിൻ്റെ പരിണാമം വഴി മറ്റു ജീവിനെ ആക്രമിച്ച് ആഹരിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയതിൽ പ്രതിയാണ് ഫസ്റ്റ് ആക്രമണം നടന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടെ നിന്നിട്ട് പല ജീവികളും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടാകുന്നു. അങ്ങനെ പല ജീവികൾ പരിണമിച്ച് നമ്മൾ ഇന്ന് കാണുന്ന പുലിയും കരടിയും അല്ലെങ്കിൽ മാനും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാട്ടുമൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അതിൻ്റെ ഇരനെ ആക്രമിച്ച് അതിനെ കൊന്ന് ഭക്ഷിച്ചിട്ടാണ് അത് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുക. സെയിം തന്നെയായിരുന്നു മനുഷ്യനും ആ ഒരു സമയത്ത് ഈ ഒരു തീയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ ഇവരും ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ചെറിയ ജീവികൾ, മുയൽ അല്ലെങ്കിൽ ചെറിയ തുരപ്പൻ, എലി, അങ്ങനെ അവരുടെ കൈക്കൊതുങ്ങുന്ന ജീവികളൊക്കെ ആയിരുന്നു ഇവർ ആക്രമിച്ച് കൂടുതലും ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ആക്രമണം മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളെ ആക്രമിച്ച് ഭക്ഷിക്കുക, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃഗങ്ങളെ ആക്രമിച്ച് ഭക്ഷിക്കുക എന്നുള്ളൊരു ആക്രമണം മനുഷ്യൻ്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വേറൊരു ആക്രമണം എന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി കണ്ടുപിടിക്കുന്നതിന് മുന്നേ, അത് ഈ ഒരു തീയും അതേപോലെ തന്നെ ഈ ഒരു ശിലായുഗം, ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് അതിരുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? കാരണം ആ ഒരു സമയത്ത് പല പല സംഘങ്ങളായിട്ടായിരുന്നു ഈ ഒരു മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോ സംഘങ്ങളും ഈ ഹണ്ടർ ഗ്യാദേഴ്സ് ആണെന്നല്ല പറയുന്നത്. ഹണ്ട് ചെയ്യുക, അതുപോലെ തന്നെ കിട്ടുന്ന ഈ കായ്ക്കനികളൊക്കെ ഫ്രൂട്ട്സൊക്കെ സൂക്ഷിച്ച് വെക്കുക. ആ സമയത്ത് അവർ ഉപയോഗിച്ച ബേസിക് ആയിട്ടുള്ള ടൂൾസാണ് കല്ലുകൊണ്ടുള്ള പല വെപ്പൺസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വെപ്പൺസ് അപഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങളും മറ്റൊരു സംഘം വേറൊരു സംഘത്തിനെ പോയി ആക്രമിച്ചിട്ട് അവർ ശേഖരിച്ച് വെച്ചിട്ടുള്ള വെപ്പൺസും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ്, കായ്കനികൾ, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വരിക, ഈ ഒരു കാരണത്തിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഇനി മൂന്നാമതുള്ളൊരു ആക്രമണം നടന്നിരിക്കുന്നതാണ് മെയ്ഡ്സിന് വേണ്ടിയിട്ട്. ഈ പുരുഷന്മാരായിട്ടുള്ള ഹോമോസാപ്പിയൻസ് അവരുടെ മെയ്ഡ്സിനെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരോഗ്യമുള്ളവർ തമ്മിലടിക്കും. അതിൽ ആരാണ് ഏറ്റവും ആരോഗ്യവാൻ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വരെ പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിൽ ജയിക്കുന്ന ആരാണ് അയാളായിരിക്കും ഈ ഒരു സംഘത്തിലുള്ള സ്ത്രീകളോട് ഇണചേർന്നിട്ട് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക. കാരണം ആ ഒരു മനുഷ്യനാണ് ക്വാളിറ്റിയുള്ള ജീവനായിട്ട് അല്ലെങ്കിൽ ഒരു ആരോഗ്യമുള്ള മനുഷ്യനായിട്ട് ആ ഒരു സംഘത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ ആ സംഘത്തിലെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 3 സാഹചര്യത്തിലാണ് ആ ഒരു സമയത്ത് ആക്രമണങ്ങൾ നടന്നിരുന്നത്. ഒന്ന്, ഈ മൃഗങ്ങളെ ഭക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്രമണം. അതേപോലെ വേറൊരു സംഘത്തിനെ ആക്രമിക്കുന്നത്, അവിടുത്തെ സ്ത്രീകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ച റിസോഴ്സസും അതേപോലെ ബേസിക് ആയിട്ടുള്ള കല്ലുകൊണ്ടുള്ള വെപ്പൺസ് പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണം. മൂന്നാമത്, സ്വന്തം സംഘത്തിൽ തന്നെയുള്ള പുരുഷന്മാർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അടിയും ഇടിയും എന്തിനു വേണ്ടിയിട്ട്, അവർക്ക് ഒരു ഫീമെയിൽ ആയിട്ടുള്ള മെയ്റ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു സമയത്ത്
ഫീമെയിൽസ് ആയിരുന്നു മെയിൽ മേറ്റിനെ തിരഞ്ഞുകൊണ്ടിരുന്നത്. ആ അടിക്കുന്നതിൽ ആരാണ് ഏറ്റവും ലാസ്റ്റ് ജയിക്കുന്നത് അവരായിരിക്കും ഇണയായിട്ട് ഈ ഒരു ഫീമെയിൽ ഹോമോസാപ്പിൻ എന്ന് പറഞ്ഞ ഇന്നത്തെ സ്ത്രീകൾ എന്ന് പറയുന്ന ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാർ തിരഞ്ഞെടുത്തോണ്ടിരുന്നത് ചെയ്തു. പിന്നീട് മനുഷ്യർ ഈ തീയുടെ ഉപയോഗമൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവരുടെ തലച്ചോറ് നല്ലപോലെ വികസിക്കാൻ തുടങ്ങി. കാരണം അവർ ഈ പിടിക്കുന്ന എന്താ പറയുക, ഈ മൃഗങ്ങളുടെ മാംസം തീയിട്ട് ചുരുമ്പോഴത്തേക്കും അവിടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയും പ്രോട്ടീൻ നല്ലപോലെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അവർ ഭക്ഷിക്കുന്ന ആ ഒരു ഭക്ഷണം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുറേ അധികം സഹായിച്ചിട്ടുണ്ട്. പിന്നീടും കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് മനുഷ്യൻ കൃഷി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൃഷി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മളിന്ന് കാണുന്ന പോലത്തെ ഈ എന്താ പറയുക നെല്ല് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ, സസ്യവർഗ്ഗങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമല്ല, ഈ മൃഗങ്ങളെ വെച്ചിട്ടുള്ള കൃഷിയുണ്ടല്ലോ, ഈ മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ കോഴികൾ, അതുപോലെ ഭയങ്കര ഫേമായിട്ടുള്ള വലിയ വലിയ കൃഷികളൊന്നുമല്ല. അവർക്ക് ആ ഒരു 50 വരെ കഴിയുന്നൊരു അംഗം വരുന്നൊരു ഗോത്രങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു ആടുമാടുകളും അങ്ങനത്തെ പല പല കാര്യങ്ങളുള്ള കൃഷിയാണ് അവർ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കൃഷി ഉണ്ടാകുമ്പോഴത്തേക്കും അപ്പോൾ അവർ ആ ഒരു സമയത്തും മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിച്ച കാര്യമാണ് അവർക്ക് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നോളജ് മാത്രമേ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. എക്സാമ്പിൾ ഇപ്പോൾ ഒരു 50 ആൾക്ക് എടുക്കാം. 50 ആളിൽ കൂടുതലായിട്ട് കവിഞ്ഞ് ആ ഒരു ഗോത്ര സംഘത്തിൻ്റെ മെമ്പേഴ്സ് കൂടുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് സംഘം പിരിഞ്ഞിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോകും. മനസ്സിലായില്ല? അങ്ങനെ അങ്ങനെ പിരിഞ്ഞാണ് ലോകം മുഴുവൻ ഈ മനുഷ്യർ ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഇവർക്ക് എപ്പോഴോ ആണ് എന്താ പറയുക, നമ്മളുടെ നിന്ന് പിരിഞ്ഞ ഗോത്രമാണ് മറ്റേതെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അറിവ് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇതിൽ തന്നെ ഇവർക്ക് കൃഷി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ത്, ഈ നമ്മളെക്കാളും ചെറിയ സംഘത്തിലുള്ള ആൾക്കാരെ പോയിട്ട് ആക്രമിച്ച് പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൃഷിയും കിട്ടും, കുറച്ച് സ്ഥലവും നമുക്ക് കിട്ടും, അതേപോലെ തന്നെ ഇവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്നുള്ള സംഭവം കാണുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു കൃഷിയുടെ സമയത്തൊക്കെ ബാക്കി ഈ വലിയ വലിയ സംഘങ്ങളായിട്ട് നിന്ന ഒരു സംഘം അല്ലെങ്കിൽ വലിയ ഗോത്രങ്ങളായിട്ട് നിന്ന സംഘം പോയിട്ട് മറ്റു ചെറിയ ഗോത്രങ്ങൾ ആക്രമിച്ചിട്ട് അവരുടെ കൃഷിയിലുള്ള റിസോഴ്സസും അല്ലെങ്കിൽ അവരുടെ സ്ഥലമൊക്കെ പിടിച്ചിട്ട് അതിൽ പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരെ മെയിൻലി ആണുങ്ങളെ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അവിടുത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കും. അങ്ങനെയാണ് പിന്നീടുള്ളൊരു വലിയൊരു ആക്രമണം നടന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗോത്ര സമൂഹങ്ങളായപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു തീയുടെ ഉപയോഗം കണ്ടുപിടിക്കുന്നതിന് മുന്നേ ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്തിയിരുന്ന മനുഷ്യർ കൃഷി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും വലിയ ആക്രമണങ്ങൾ പോയി. എന്തിന്? കൂടുതൽ റിസോഴ്സസിന് വേണ്ടിയും അതേപോലെ തന്നെ തങ്ങളുടെ കൃഷിയിൽ ഇതേപോലെ അടിമകളായിട്ട് ആക്രമിച്ച് കൊണ്ടുവരുന്ന ആ വേറെ ഗോത്ര സമൂഹത്തിനെ ഉള്ള ആൾക്കാരെ ജോലി ചെയ്യിപ്പിച്ച് കൃഷി നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തി പറ്റും എന്നുള്ള സംഭവം കണ്ടെത്തിയപ്പോഴത്തേക്കാണ് ഇങ്ങനത്തെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു കൃഷി ഉണ്ടാകുമ്പോഴത്തേക്കും തന്നെ അവർ കണ്ടുപിടിച്ചിരുന്ന അവരുടെ മൂർത്തികളും ദൈവങ്ങളും അവരും ഇതിൻ്റെ ഒപ്പം ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു സംഘത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന മൂർത്തി പിന്നെ പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിനും അല്ലെങ്കിൽ ഈ ഒരു ഗോത്ര സമൂഹം എന്നുള്ള ആ ഒരു സമൂഹം കുറച്ചാളുകൾ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സമൂഹം കൂടുതൽ ആളുകൾ പിടിച്ചുകൊണ്ടുവരികയും കൂടുതൽ കൃഷി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യുകയും അതേപോലെ തന്നെ കൂടുതൽ അതിർത്തികൾ അവരുടെ കയ്യിലേക്ക് വരികയും ചെയ്തപ്പോഴത്തേക്കും ഈ ഗോത്രത്തവൻ എന്നുള്ള ഒരാൾ രാജാവിൻ്റെ ഒരു പദവിയിലേക്ക് എത്തുകയും ബാക്കിയുള്ള ആൾക്കാർ മന്ത്രിമാരും അങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക സിസ്റ്റം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയത്ത്. അത് പല പല കാലഘട്ടത്തിലാണ് കുറേശ്ശെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ വരുമ്പോഴത്തേക്കും തന്നെ രാജാവ് ഏറ്റവും നേരിട്ടൊരു സംഘർഷമാണ്. ആ ഒരു സമയത്തും കൃഷിയുടെ ആദ്യ സ്റ്റേജുകളിലും നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു അടിമകൾ വന്ന സമയത്തും അവിടെ ഈ അടിമകൾ തമ്മിൽ തല്ലുകൂടുതൽ ഉണ്ടാകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സ്ത്രീക്ക് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? കാരണം ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും കാരണം പഴയ പോലെ ഹണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കൃഷി അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും മനസ്സിലായപ്പോഴത്തേക്കും പഴയ പോലെ ഇങ്ങനെ ഹണ്ട് ചെയ്ത് നിൽക്കുന്ന സംഭവം പോലെ വലുതായിട്ടുള്ള ഭക്ഷണ ക്ഷാമങ്ങളൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവർ എന്ത് ചെയ്ത് ഇണക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അടി എപ്പോഴും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രാജാവ് നോക്കി കാണുന്നുണ്ട്. കാരണം അടിക്കുമ്പോഴത്തേക്കും കുറച്ച് പുരുഷന്മാർ മരിച്ചു, അതിൽ ആരോഗ്യമുള്ള ഒരുത്തൻ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ ആ ഒരു സമയത്ത് കൊണ്ടുവന്നതാണ് വിവാഹം എന്നുള്ള കൺസെപ്റ്റ്. മനസ്സിലായില്ലേ? ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ള കൺസെപ്റ്റ്, വിവാഹം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആണ് ഈ ഒരു വിവാഹം ഇന്ന് കാണുന്ന ഈ ഒരു ഇതിലേക്ക് കുടുംബം എന്നുള്ള സംഭവത്തിലേക്ക് മാറുന്നത്. കുടുംബത്തിന് കൃഷി കണ്ടുപിടിച്ചതിനും
കുറച്ച് എന്താ പറയുക കോൺട്രിബ്യൂഷൻ ഉണ്ട്, കുറച്ചല്ല നല്ല കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ട്. പക്ഷെ ആ ഒരു ഇതിലേക്ക് നമുക്ക് പോകണല്ലോ, നമ്മൾ ഈ ഒരു യുദ്ധത്തിൻ്റെ സംഭവമല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ ഒരു ചെറിയ ജീവി ഭക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ഒരു ചെറിയ ജീവി സർവൈവ് ചെയ്യാൻ വേണ്ടി മറ്റൊന്നിനെ ഭക്ഷിക്കുന്ന രീതിയിലുള്ള ആക്രമണം ഇവിടം വരെ എത്തുന്നുണ്ട്. അഗ്രികൾച്ചർ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അതിൽ വേറൊരു സൈഡിൽ കൂടി മതത്തിൻ്റെ കൺസെപ്റ്റും ഡെവലപ്പ് ആവുന്നുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഈ രാജാവ് ഈ ജനതയുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കുമ്പോഴത്തേക്കും ജനത ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ, ഇത് ഭയങ്കര അനീതിയായിട്ടുള്ള സംഭവങ്ങളെ ചോദിക്കുമായിരിക്കും. അപ്പം ആ ഒരു സമയത്ത് രാജാവ് പറഞ്ഞിരുന്ന ന്യായമാണ്, നിങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുറേ ആൾക്കാർ അടിമകൾ, കുറേ ആൾക്കാർ അതിൻ്റെ മേളിൽ കുറച്ച് ആൾക്കാർ കരം പിടിക്കാനായിട്ട്, കുറച്ച് ആൾക്കാർ രാജ്യസഭ, ആ ഒരു രാജ്യത്തുള്ള സഭയുടെ അംഗങ്ങൾ, കുറച്ച് ആൾക്കാർ രാജാക്കന്മാർ. അത് ദൈവമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവം സൃഷ്ടിച്ചത് നിങ്ങളുടെ ധർമ്മമാണ്, ധർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണെന്നുള്ള രീതിയിലുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുടെ എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ നിഷേധിക്കുക എന്നുള്ള സംഭവം രാജാവ് ആ ഒരു സമയത്ത് ഈ മതമൊക്കെ ഉണ്ടാക്കിയിട്ട് ബുദ്ധിപരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അധികം എന്താ പറയുക ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അധികം ഇതിനെപ്പറ്റി വിവരങ്ങളൊന്നും ഇല്ലാന്ന ആൾക്കാർ അധികമായിട്ട് രാജാവ് പറഞ്ഞ കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയും ഇങ്ങനൊരു പല പല ദൈവങ്ങളിലും പല പല വിശ്വാസങ്ങളും പല പല മതങ്ങളിലും ഉണ്ടാകുന്നു. പിന്നീട് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് ആ ഒരു സമയത്ത് തന്നെ മതത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നമുക്ക് കൃഷി ശരിക്കും പോയിട്ട് അവിടെ പോയിട്ട് റിസോഴ്സസ് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ രാജ്യം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ അങ്ങനെ പറയത്തില്ല. അവർ പറയുന്നത് വെച്ചാൽ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളൊരു യുദ്ധം എന്നുള്ള സംഭവമാണ് പറയുന്നത്. എവിടെയും ഇങ്ങനെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സംഭവം എന്നുള്ള സംഭവം പറയത്തില്ല. കാരണം അങ്ങനെയായിരുന്നു രാജാക്കന്മാർ ആ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അന്നത്തെ കോൺസെപ്റ്റിൽ രാജാവിനെ തിരഞ്ഞെടുത്തത് ദൈവമാണ്. എപ്പോഴും ഒരു എന്താ പറയുക പുരോഹിതങ്ങളാണ് മിക്ക രാജ്യസഭകളിലും ഇതേപോലത്തുള്ള ആൾക്കാർ കാണും. അപ്പോൾ ഇവരായിരിക്കും പൂജ അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് ദൈവം വെളിപാട് തന്നു എന്നുള്ള രീതിയിൽ അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒട്ടുമിക്കതും ഈ രാജാവിൻ്റെ മകനോ അല്ലെങ്കിൽ ആ സെയിം രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ തന്നെ ആയിരിക്കും പിന്നീട് രാജാവ് മന്ത്രിമാരായിട്ട് തന്നെ വരിക. അപ്പോൾ പിന്നീട് ഇങ്ങനത്തെ ഒരു ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായപ്പോഴത്തേക്കും എന്താ പറയുക, പിന്നീട് രാജാവ് എന്നുള്ള സംഭവം മാറിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിട്ട് ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ ഈ സമൂഹങ്ങൾ ഭരിച്ചിരുന്ന വെച്ചാൽ തലവന്മാർ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? പിന്നീട് എന്താ ദൈവന്മാരെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ദൈവം പുറത്തുള്ള സംഭവം വരുമ്പോഴത്തേക്കും, കാരണം ഓൾറെഡി രാജാവിനേക്കാളും മേളിലാണ് ദൈവം ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ആ സമയത്തുള്ള അറിവില്ലായ്മ മൂലം ഇങ്ങനെ ബാക്കിയുള്ള മതവിശ്വാസികൾ പോയിട്ട് ആക്രമിക്കുന്നതൊക്കെ നമുക്ക് നമ്മളുടെ ഹിസ്റ്ററി നോക്കി കാണാം. പല മതവിഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നുണ്ട് ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവിടെ നിന്ന് കുറച്ചും കൂടിയൊക്കെ മാറി ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്ന്, മനസ്സിലായി, ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന് അതിനുശേഷം ഇപ്പോൾ എന്താ ഇൻഫോർമേഷൻ ടെക്നോളജി വന്ന് ഇപ്പോൾ AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനിയും പല പല റെവല്യൂഷനും പല പുതിയ കണ്ടുപിടുത്തങ്ങളും പല ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ആക്രമണം തുടങ്ങിയത് ഭക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിൻ്റെ ആ ഒരു സ്കേർസിറ്റി ഒട്ടുമിക്കതും കൃഷി കണ്ടുപിടിച്ചപ്പോഴത്തേക്കും തീർന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്നാലും ആ ഒരു കൃഷിയുടെ സമയത്ത് ചില ഈ വരൾച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, എന്നാൽ പോലും ഇപ്പം ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു കൃഷിയുടെ ആ ഒരു ക്ഷാമം അത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ശാസ്ത്രീയ അറിവ് വെച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്തിനാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതാണ് എനിക്കറിയാൻ വേണ്ടി പാടുള്ളത്. കാരണം ഇവർ ഈ ഒരു ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഒരൊറ്റ കുലത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, മനസ്സിലായില്ലേ? എല്ലാവരും ഒരൊറ്റ ജീവിയിൽ നിന്ന് അത് പരിണമിച്ചിട്ട് പല ഡൈവേഴ്സ് ആയിട്ടുള്ള ജീവികളായിട്ട് പരിണമിക്കുകയും അതിൽ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്നുള്ള വിഭാഗത്തിൽ നമ്മൾ മനുഷ്യരായിട്ട് പരിണമിക്കുകയും ചെയ്ത് എല്ലാം ഒരു ഒറ്റ ഇതിൽ നിന്നാണ് വന്നതെന്നുള്ള ബോധമൊന്നും ഇവർക്കില്ല, മനസ്സിലായില്ലേ? ഈ യുദ്ധത്തിൽ ചെയ്യണമാരെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത്രയും അറിവും ബോധവും പല അത്യാവശ്യം ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ് ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന പല സൈനികരും. അവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അത്രയും അവർക്ക് സർട്ടിഫിക്കേഷൻസും അവർ ആ ഒരു മിലിറ്ററി സർവീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേ പഠിത്തങ്ങളും കുറേ എൻജിനീയറിങ്ങും, കാരണം ഭയങ്കര എന്താ പറയുക അഗ്രഗണ്യന്മാരെന്നൊക്കെ പറയൂലേ, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള പട്ടാളക്കാരാണ് അവർക്ക്. വെറുതെ
ജസ്റ്റ് പാസ് എന്നുള്ള സംഭവം അല്ലെങ്കിൽ ചെറിയ കഴിവുകളോ അല്ലെങ്കിൽ ചെറിയ സാമർഥ്യ ബുദ്ധിയുള്ള ആൾക്കാരെയൊക്കെ ഒന്നും പട്ടാളത്തിലേക്ക് എടുക്കത്തൊന്നുമില്ല. നല്ലപോലെ ടെസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ട് അവന് യോഗ്യനാണെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്തേക്ക് ഒരു മിലിറ്ററി സർവീസിലേക്ക് ഒരാളെ റിക്രൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നുള്ള മിക്ക പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശാസ്ത്രം ഇത്രത്തോളം വളർന്നത് കൊണ്ടിട്ട് ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് കൃഷിക്ഷാമം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കുറവാണ്. കാരണം അതിന് ശാസ്ത്രം കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ എന്തിനാണ് ഈ മനുഷ്യർ യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു ഇറാനും അതേപോലെ തന്നെ ഈ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, അപ്പോൾ അതിൽ ഇസ്രായേൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിനെ തീർക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ അതൊരു ത്രെട്ടാണെന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതും ഇറാൻ അങ്ങോട്ട് ആക്രമിക്കുന്നത്. അതേപോലെ തന്നെ പാലസ്തീന പ്രശ്നം, പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ. നിങ്ങൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? പഴയ പോലത്തുള്ള ആ ഒരു റിസോഴ്സസിന് വേണ്ടിയുള്ള സ്കേർസിറ്റി ഇന്നില്ല. നമുക്ക് ശാസ്ത്രം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് ഇവിടെ ശാസ്ത്രം അത്രയും പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടാളക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ആ ഒരു കഴിവ് യുദ്ധം ചെയ്യുന്നതിന് പകരം ഈ പല വേൾഡിലെ പല ഗവൺമെൻറ്റ്സും ആ ഒരു കഴിവ് ഇതേപോലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഊന്നൽ കൊടുത്തുവെച്ചെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അവരനുഭവിക്കുന്ന കഷ്ടതകൾക്കും വേണ്ടിയിട്ട് ഉപയോഗിച്ചെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഒരു മിലിറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ആ മിലിറ്ററി വെറുതെ കുറച്ച് ആൾക്കാർ വന്നിട്ട് തോക്കം പിടിച്ച് നിന്നിട്ട് കാര്യമില്ലല്ലോ. അവർക്കും ചിലവിന് കൊടുക്കണ്ടേ? അപ്പോൾ അവർക്ക് ചിലവിന് കൊടുക്കാനായിട്ടുള്ള ഈ സാമ്പത്തിക ശേഷി ഇവിടെ അത് ഈ സാധാരണക്കാരിൽ നിന്നിട്ടുള്ള പൈസയാണ് എടുത്തിട്ട് ഈ ഒരു മിലിറ്ററി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തോരം കോടിക്കണക്കിന് വില മതിക്കുന്ന യുദ്ധക്കോപ്പുകളൊക്കെയാണ് ഈ സർക്കാരുകൾ വാങ്ങിച്ചു കൂട്ടുന്നത്. പക്ഷെ സെയിം ടൈം ആ ഒരു രാജ്യത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്ത് നോക്കിക്കഴിഞ്ഞിട്ട് അവിടെ കുറേ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കുറേ ഭിക്ഷക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇപ്പോഴും വളരെ ദാരിദ്ര്യരേഖയിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ കിട്ടുന്ന ടാക്സ് വഴി പിരിച്ചിട്ടുള്ള ഫണ്ടുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചൂടെ? ജനങ്ങളുടെ പട്ടിണിക്ക് വേണ്ടി ഉപയോഗിച്ചൂടെ? ഇനിയും യുദ്ധത്തിന് എന്താണ്? അതേപോലെ അമേരിക്ക ഇറാനോട് ന്യൂക്ലിയർ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തിരുന്ന അമേരിക്കയും ഇസ്രായേൽ പറയുമ്പോഴത്തേക്കും ഓൾറെഡി ഇത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരെ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാനൊരാളോട് സിഗരറ്റ് വലിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ സിഗരറ്റ് വലി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ടുള്ള യോഗ്യതയില്ല. അല്ലെങ്കിൽ ഞാൻ ആ സിഗരറ്റ് വലി നിർത്തിയിട്ട് വേണം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഒരാളോട് നീ ഇത് വലിക്കരുത്, ദോഷം എന്നുള്ളത്. ഓൾറെഡി ഈ പറയുന്ന രാജ്യങ്ങളുടെ അടുത്തൊക്കെ ഈ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെപ്പൺസ് അവർ ഡിസ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും എനർജിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ഒരു എക്സാമ്പിളായിട്ട് ഇറാനോട് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ ഇറാൻ കേട്ടാനെ. മനസ്സിലായില്ല? അതല്ലാണ്ട് ഇവിടെ കിടന്നിട്ട് യുദ്ധം ചെയ്തിട്ട് സാധാരണ ജനങ്ങൾക്ക് ഒരു കാര്യമില്ല. ഇത് ഈ തലപ്പത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് തീരുമാനമെടുക്കുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു രാജ്യം പൂർണ്ണമായിട്ട് നശിക്കുന്നു എന്നുള്ള സമയത്തേക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് കൈവിട്ട് പോകുന്നു മനസ്സിലാകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്തിൻ്റെ നേതാക്കന്മാർ, ഈ യുദ്ധം നടക്കുന്ന ഈ രാജ്യത്തിലെ നേതാക്കന്മാർ ചിലപ്പോൾ അവർ എന്തായാലും പുറം രാജ്യങ്ങളിൽ അവർക്ക് സേഫായിട്ട് നിൽക്കാനുള്ള അല്ലെങ്കിൽ അവർക്കും അവരുടെ ഫാമിലിക്കും സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സംഭവങ്ങളൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ യുദ്ധം ചെയ്യാണ്ട് തന്നെ ഈ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ അവർ ഒരു മാതൃക കാണിക്കണം. ഇതേപോലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവരത് ഡിസ്പോസ് ചെയ്യുക. അത് യുദ്ധത്തിനല്ലാണ്ട് ജനങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതേപോലത്തെ എനർജി അല്ലെങ്കിൽ ഫ്യൂവലായിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ അവർ മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലെസ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അത് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കും ഈ സംഭവങ്ങൾ ഉൽപ്പാദിക്കട്ടെ. കാരണം ഓൾറെഡി ഇതുള്ള രാജ്യങ്ങൾ ത്രെട്ടായിട്ട് നിൽക്കുകയാണ്. ആ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവനുള്ള ജനതയ്ക്ക് ഈ ന്യൂക്ലിയർ വെപ്പൺസൊക്കെ ത്രെട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാണ്ട് വെറുതെ എന്നിട്ട് ഇറാൻ്റെ അടുത്ത് ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർ ചെയ്യാണ്ടിരിക്കുന്നു തോന്നില്ല. കാരണം അവർക്കും ത്രെട്ട് ഉണ്ട്. അപ്പോൾ അവരും എന്തായാലും ചെയ്തു. ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോഴത്തേക്കും അത് പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തമ്മിലുള്ള സംഭവങ്ങളും മറ്റു പല കാരണങ്ങളാണ് മെയിൻ. റിലീജിയൻ ഉള്ള സംഭവങ്ങൾ വേറെ കാര്യങ്ങളൊന്നുമല്ല മെയിൻ. ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസാണ് മെയിൻ എന്നുള്ളതാണ് ഞാനതിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ
ഈ ഒരു സംഭവം വരുമ്പോഴത്തേക്കും ജൂതമതവും അതേപോലെ തന്നെ ഇസ്ലാം മതം എന്നുള്ള സംഭവം ഇവിടെ ഉണ്ട്, മനസ്സിലല്ലേ? കാരണം ഇവിടെ ഇസ്രായേലിൽ കൂടുതൽ ആൾക്കാരും ജൂതന്മാരും അതേപോലെ തന്നെ ഇറാനിലേക്ക് കൂടുതൽ ആൾക്കാർ ഇസ്ലാം മതവിശ്വാസികളാണ്. അപ്പം ഈ ഒരു സംഭവം കണ്ടിട്ട് ഇവിടെ ഈ ഇന്ത്യയിൽ കിടക്കുന്ന കുറേ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തല്ലുന്നുണ്ട്, മനസ്സിലായില്ല? അവിടെ ഓൾറെഡി യുദ്ധം നടക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആൾക്കാർ അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്, ഇവിടുത്തെ ആൾക്കാർ തമ്മിൽ തല്ലുകയാണ്. എന്നാലും യുദ്ധം വേണ്ടെന്നുള്ള സംഭവങ്ങൾ ഇവരുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ ചിന്തയിൽ നിന്നൊന്നും അങ്ങനെ വരുന്നില്ല. ഇവർ പറയുന്നത് വെച്ചാൽ യുദ്ധം വേണം, ഒരു രാജ്യം മറ്റൊന്നിനെ തകർക്കണം, ഇസ്രായേലിൻ്റെ തകർച്ച, ഇറാൻ്റെ തകർച്ച, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ പല പ്രാകൃതമായിട്ടുള്ള ചിന്തയുള്ള ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ഇതിന്നൊക്കെ മാറണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ അവർക്ക് വേണം. ലോകം മൊത്തമുള്ള മനുഷ്യർ ഒരു കുലമാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക, തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ജനത അത് വേറൊരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ അത് വേറൊരു ദൈവത്തിൻ്റെയോ ജനമായിട്ട് കാണുന്നതിൽ മറിച്ചിട്ട് കുറച്ചും കൂടി മനുഷ്യത്വപരമായിട്ടുള്ള വാല്യൂസ് അവരിലുണ്ടാവും, മനസ്സിലായില്ലേ? തന്നെ പോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരെയും റെസ്പെക്ട് ചെയ്യേണ്ടത്. തനിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള സെയിം അവകാശവും സെയിം വാല്യൂസ് തന്നെ മറ്റുള്ള ആൾക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ശാസ്ത്രീയ ബോധം ഉണ്ടാവണം. വലിയ കാര്യങ്ങളൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ശാസ്ത്രീയ ബോധം വേണം. കുറച്ച് ഇതേപോലെ ശാസ്ത്രത്തെ പറ്റി പറയുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കണം. അത് കേട്ടാൽ മാത്രമേ നമുക്ക് ഈ റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള വാല്യൂസ് അതിനേക്കാളും കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള വാല്യൂസാണ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വപരമായിട്ടുള്ള മൂല്യങ്ങൾ, അല്ലെങ്കിൽ സഹജീവി സ്നേഹം പോലുള്ള മൂല്യങ്ങൾ, അല്ലെങ്കിൽ ജനാധിപത്യം പോലുള്ള മൂല്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് നമുക്ക് അതേപോലുള്ള അറിവ് വേണ്ട ആവശ്യമുണ്ട്, മനസ്സിലായില്ല? അപ്പോൾ അത് ഇനിയെങ്കിലും എന്താ പറയുക, പുതിയ തലമുറക്കെങ്കിലും ഈ മതം എന്നുള്ള സംഭവം കുറേ ഇട്ട് കൊടുക്കാതെ ശാസ്ത്രീയ ബോധമുള്ള തലമുറയായിട്ട് വളർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ ശാസ്ത്രീയ ബോധം കൊടുക്കുമ്പോഴേക്ക് തന്നെ അവർക്ക് ഇതേപോലുള്ള മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളും അതേപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഒരാളുടെ ഇമോഷൻസ്, എമ്പതി, അങ്ങനത്തെയുള്ള മൂല്യങ്ങൾ പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് വളർത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ യുദ്ധം എന്നുള്ള സംഭവങ്ങൾ നമ്മളുടെ വരും തലമുറകളിൽ യുദ്ധം എന്നുള്ള സംഭവം ഇല്ലാണ്ട് ആക്കാൻ വേണ്ടി മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഇതൊന്നും ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒരേ ഇതിൽ തന്നെ വരുന്നത്, നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ അപ്പുറത്ത് എതിര് സൈഡിൽ നിൽക്കുന്ന ജനത അവർ വേറൊരു ദൈവത്തിൻ്റെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെയും അവരുടെയും ബ്ലഡിൻ്റെ കളർ അല്ലെങ്കിൽ ബ്ലഡ് എങ്ങനെയാണ് മറ്റൊരാൾക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നത്? അങ്ങനെയല്ലല്ലോ ഉണ്ടായിരിക്കുന്നത്. പല ഓർഗൻസും ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ഓർഗൻ അല്ലെങ്കിൽ ബ്ലഡ് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിക്കോ അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസിക്കോ സ്യൂട്ടബിൾ ആവും, ഇല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കുലത്തിൻ്റെ ഭാഗമാണെന്നുള്ള ഒരു അടിസ്ഥാനമാണത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ബേസിക് സംഭവമാണത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചുറ്റും നോക്കി കാണുക. നമ്മളെവിടെയെങ്കിലും ബ്ലഡ് വാങ്ങി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ബ്ലഡ് സ്വീകരിക്കാൻ പോകുമ്പോഴത്തേക്കും ഇത് ഏത് ജാതിയാണെന്നോ ഇത് ഏതാളാണെന്നോ നോക്കാറില്ലല്ലോ, ജൂതയാണെന്നോ നോക്കാറില്ലല്ലോ, അങ്ങനെ നോക്കിയിട്ടാണ്. ഇവിടെ ജീവൻ പരിണമിച്ചുകൊണ്ടിരിക്കുക വന്നിരിക്കുന്നത് അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരുടെയും ബ്ലഡ് ഏതാണ്, എ പോസിറ്റീവാണോ എ ബി നെഗറ്റീവാണോ നോക്കിയിട്ട് അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് എല്ലാവരിലേക്കും അത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ബോധത്തിൽ നിന്ന് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്നുള്ളത്. ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ആളാണ്, മനസ്സിലായി? ഇത്രയും വലിയ അണ്ടഘടകമായിട്ടുള്ള ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന് യുദ്ധം ചെയ്യാൻ വേണ്ടി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്താൽ പോരെ? കാരണം അത്രയും മനുഷ്യർ മരിക്കാണ്ട് കഴിയുമല്ല. അല്ലെങ്കിൽ ദൈവത്തിന് ഇത്രയും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളല്ലേ ദൈവം. അപ്പോൾ ദൈവത്തിന് ഇതേപോലത്തുള്ള ജനത, ഇതേപോലെ ത്രട്ടായിട്ട് നിൽക്കുന്ന ജനത വളർന്നു വരാണ്ടിരിക്കാൻ ശ്രമിച്ചാൽ പോരെ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദൈവത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലീജിയൻ നിൽക്കുന്ന ആ ഒരു ജനത, അവർ അങ്ങനത്തെ ഒരു ജനതയിൽ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവ് നിർത്തിയാൽ പോരെ? അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ ആലോചിക്കാത്തത്? ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ദൈവമാണ് ഏറ്റവും പവർഫുൾ. നമ്മൾ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാക്കിയ ദൈവത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തരും പോകേണ്ട ആവശ്യമില്ല, മനസ്സിലല്ലേ? ദൈവമാണ് നമ്മളെ ത്രട്ടിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ദൈവത്തിന് ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന് ത്രട്ടുണ്ടാകുന്ന നമ്മളെ മനുഷ്യർക്ക് ത്രട്ടുണ്ടാക്കാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര പള്ളികളോ അമ്പലങ്ങളോ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ദൈവത്തിന് ത്രട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മനസ്സിലായില്ലേ? ദൈവം പറഞ്ഞത് ഞാൻ ബാക്കിയുള്ള ഇത് മനസ്സിലാക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ്.
ഇപ്പോൾ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇത് സംരക്ഷിക്കാൻ നോക്കിയിട്ട് നമ്മളുടെ ലൈഫ് കളയുന്നത്? ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം ഒരിക്കലും നല്ലതല്ല. സാധാരണപ്പെട്ട ജനങ്ങളാണ് ഇതിലൂടെ കഷ്ടത അനുഭവിക്കുന്നത്. ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരു ജനതയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഏത് രാജ്യങ്ങളാണെങ്കിലും അത് വളരെ മണ്ടത്തരമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും യുദ്ധത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അത്രയും മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.